വൈകുന്നേരം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് നേരെ ഫാസിലിൻ്റെ അടുത്തേക്കാണ് പോയത്. ഞായറാഴ്ച നമ്മുടെ ശ്രീരാഘവൻ്റെ കല്യാണമാണ്. അപ്പം അതിന് മുമ്പൊന്നും വില വരുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അവൻ്റെ അടുത്തേക്ക് പോയത് കേട്ടോ. കുഴപ്പമില്ല, ഈ ഒരു രീതിക്കാക്കി തന്നിട്ടുണ്ട് ചെക്കന്. അങ്ങനെ വീട്ടിലെത്തി കുളിയെല്ലാം കഴിഞ്ഞ് നേരതാ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടോ. നല്ല ചോറും പച്ചക്കറിയും മുട്ട പൊരിച്ചതും പയറുപ്പേരും നല്ല കട്ടി തൈരും ഉണ്ടായിരുന്നു. ഇതും മൂന്നും കൂട്ടി പിടിച്ചതാ ഒരു കഴിപ്പങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. രാത്രി ഡ്യൂട്ടി ഉണ്ട് എനിക്ക്. നേരതാ നമ്മളെ വണ്ടി ഇല്ലാത്തതുകൊണ്ട് കമ്പനീൻ്റെ വേറെ വണ്ടി എടുത്തിട്ടാണ് പോകുന്നത്. മാനന്തവാടി സൈഡിലേക്ക് നമ്മളെ പണിക്കാരിറക്കി കൊടുക്കാൻ വേണ്ടി പോവാണ്. പോണ വൈകിതാ ചുരത്തിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. അങ്ങനെ കൽപ്പറ്റത്തെ നേരത്ത് അവർക്ക് ചായ കുടിക്കണം എന്ന് പറഞ്ഞ് നേരെ ചായ കുടിക്കാൻ നിർത്തി. പിന്നീട് അങ്ങനെ ഇതാ നല്ല കോടയായിരുന്നു കേട്ടോ. കണ്ണു പോലും കാണാൻ പറ്റില്ലായിരുന്നു. എങ്ങനെ ഒരു വിധത്തിൽ ഇതാ നേരെ സൈറ്റിലെത്തിയപ്പോൾ സമയം 2:30 കഴിഞ്ഞിട്ടുണ്ട്. കൊണ്ടുവന്ന സാധനമൊക്കെ ഇതാ നേരെ സൈറ്റിൽ ഇറക്കി വെച്ചിട്ട് ഇതാ തിരിച്ച് ഞാൻ നേരെ നാട്ടിലേക്ക് പോന്നു. കൽപ്പറ്റത്തെ നേരത്ത് ചെറുതായിട്ടൊന്ന് ഉറക്കം വന്നിട്ടോ. നേരെ അവിടെ സൈഡാക്കിയിട്ട് ഇതാ ഒരു കട്ടൻ ചായ കുടിച്ച്. ഉറക്കം വരുമ്പോൾ ഇങ്ങനെ ഒരു കട്ടൻ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖമുണ്ട്, അതൊന്നും വേറെ തന്നെയാണ്. ചുരത്തിലൊരു ലോറി കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ അവിടെ തിരിഞ്ഞ് നേരെ ഷോർട്ട് ബൈക്കാണ് നേരെ അടിവാരത്തേക്ക് പോകുന്നത്. നാട്ടിലെത്തുമ്പോൾ സമയം 4 മണിയായിട്ടുണ്ട് കേട്ടോ. നേരെ